താലി. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം ഉണ്ടാവണേ എല്ലാവരും. വീട്ടിലേക്ക് ഇറങ്ങും മുന്നേ സതിയെ കാണാൻ വന്നതായിരുന്നു മിത്തു. കയ്യിൽ തൂങ്ങി കുഞ്ഞാറ്റയുമുണ്ട്. അമ്മേ, ആ വന്ന മോളെ. സതി കട്ടിലിൻ്റെ തലപ്പത്തേക്ക് ചാരിയിരിക്കുന്നവരെ ഉള്ളിലേക്ക് വിളിച്ചു. അമ്മയ്ക്ക് എന്തു പറ്റി? വയ്യേ? മിത്തു പെട്ടെന്ന് നടന്ന് അവർക്കരികിലേക്ക് വന്നിരുന്നു. അപ്പോഴേക്കും കുഞ്ഞാറ്റ നീലൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ച് തോളിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങി. നിക്കടി ചക്കരെ, അച്ഛൻ ഈ കൈയൊന്ന് കഴിക്കട്ടെ, അല്ല എൻ്റെ പൊന്നിൻ്റെ ദേഹം മുഴുവനും നീറും. നീലൻ പറയുന്ന കേട്ടിട്ടും കുഞ്ഞാറ്റ കാലിൽ നിന്നും വിടുന്നില്ലെന്ന് കണ്ട് മിത്തു പോയവളെ വാരിയെടുത്തു. അപ്പോഴേക്കും ചുണ്ട് പിളർത്തി കണ്ണു നിറച്ച് അവിടെ കരച്ചിൽ തുടങ്ങിയിരുന്നു. അയ്യേ, ഇത് മോശം മോശം. കുഞ്ഞാറ്റ ബ്രേവ് ഗേൾ അല്ലേ, അതുകൊണ്ടാ ഒക്കത്തിന് കരയുന്നോ അല്ലേ സതിയമ്മേ? അവളെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കി സതിയോടായി മിത്തു ചോദിച്ചു. കാര്യമൊന്നും മനസ്സിലാവാതെ പകച്ചു നിന്ന് സതിയെ മിത്തു കണ്ണിറുക്കി കാട്ടിയതും സതിയും അത് ഏറ്റുപിടിച്ചു. ആ ശരിയാ, ബ്രേവ് ഗേൾസ് ഒന്നും കരയാറില്ല. സതിയും കൂടെ പറയുന്നത് കേട്ടതുമല്ല, കരച്ചിൽ സ്വിച്ച് ഇട്ട പോലെ അങ്ങ് നിന്നു. കുഞ്ഞിക്കൈകൾ പൊക്കി ഒഴുകി വന്ന കണ്ണുനീര് തുടച്ചും കളഞ്ഞു. നോക്കി, നാം കഞ്ഞില്ല. കുഞ്ഞാറ്റ ബ്രേവ് ഗേളാണ് അല്ലേ അമ്മേ? ഓടിക്കേറി സതിയുടെ മടിയിലേക്കിരുന്ന് ആകാംക്ഷയോടെ ആ കണ്ണിലേക്ക് നോക്കി അവൾ ചോദിച്ചു. പിന്നല്ലേ, അച്ഛമ്മയുടെ മോള് ചുന്ദരി മിടുക്കി കുട്ടിയാ. ഇരു അമർത്തി ചുംബിച്ച് അവർ തൻ്റെ ഉള്ളിലെ സ്നേഹം ആ കുഞ്ഞിക്കവളിലേക്ക് അരുമയോടെ പകർത്തി. കുഞ്ഞിനെ മടിയിലേക്ക് കയറ്റിവെക്കുമ്പോഴും സതിയുടെ മുഖം വേദനയിൽ ചുളുങ്ങുന്നുണ്ടായിരുന്നു. അമ്മേ, ആ വയ്യേമ്മ ഒട്ടും? ഒന്നുമില്ലടാ, കുറച്ച് ദിവസമായുള്ള ഓട്ടമല്ലേ, അതിൻ്റെ ഒരു വയ്യാഴിക. എങ്കിൽ പിന്നെ ഇന്നിവിടെ നിന്ന് നാളെ ഞാൻ അപ്പുറത്തേക്ക് പോയാൽ പോരെ അമ്മേ? അതൊക്കെ നിന്റെ ഇഷ്ടം. ഇത് നിന്റെ വീടാണ്. പക്ഷേ ഇവിടെ നീ ഇപ്പോൾ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് വേണ്ടിയാണെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ട. എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്തു തരാൻ ഏട്ടൻ തന്നെ ധാരാളം. അമ്മേ, അത് നോക്കുമോളെ, ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് നിന്റെ ആവശ്യങ്ങളൊന്നും തന്നെയില്ല. പിന്നെ നിന്നെ ആവശ്യമുള്ളവർ നിനക്കൊപ്പം വരുന്നുമുണ്ട്. അതേസമയം അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. ആ വീട്ടിലിപ്പോൾ നീ ഉണ്ടെങ്കിലേ എല്ലാം നടക്കൂ. സന്തോഷനാണെങ്കിലും ദേവൂട്ടനാണെങ്കിലും നീ ഒപ്പമുണ്ടെങ്കിൽ ഒരു ഉണർവാണ്. അതുകൊണ്ട് മോള് കൂടുതലൊന്നും ആലോചിക്കേണ്ട, വീട്ടിലേക്ക് പൊക്കോ. അപ്പോഴേക്കും നീലൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങിയിരുന്നു. അച്ചച്ചൻ്റെ പൊന്നു വായോ. നീലൻ കൈ നീട്ടിയതും അവൾ ചാടിക്കേറി കയ്യിലേക്കിരുന്നു. ഇന്നു മുതൽ അച്ചച്ചൻ്റെ കുഞ്ഞാവ ദേവൂട്ടൻ്റെ വീട്ടിലല്ലേ? അതില്ല, തുഞ്ഞാറ്റി ഇവിടാ അല്ലേ ദേവുകോയി? അത് കേൾക്കെ ശ്രീയോട് അരിശം കൂടിയെങ്കിലും അവളെ ശരിവെക്കും പോലെ മിത്തു തലയാട്ടി. അല്ലെങ്കിൽ ചിലപ്പോൾ കാറി കൂവിക്കളയും പെണ്ണ്. ദേവുകോയിയോ? സതിയുടെ നീലൻ്റെ സ്വരം ഒരുപോലെ പുറത്തു വന്നു. മിത്തു കുഞ്ഞാറ്റിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയതും അവൾ നീലൻ്റെ തോളിലേക്ക് കണ്ണുപൊത്തി. അപ്പോഴാണ് ശ്രീ അവിടേക്ക് വന്നത്. മിത്തുവിൻ്റെ നോട്ടം അവന് നേരെയായി. എന്തുപറ്റി? അവളിലേക്ക് പോയ കണ്ണുകളെ അമ്മയിലേക്കാക്കി അവൻ സതിക്കരിയിലേക്ക് ചെന്നു. അതാണ് ഞങ്ങൾ ചോദിച്ചത്. ഇവൾ മോളെ ദേവുകോയി എന്ന് വിളിക്കുന്നു, അതെന്താപ്പോ അങ്ങനെ? കുഞ്ഞാറ്റെ ചൂണ്ടി നീലൻ അത്ഭുതത്തോടെ ശ്രീയെ നോക്കി. ആഹാ, സന്തോഷം. അപ്പോൾ ഒക്കെ പൂർത്തിയായി. ചുമ്മാതല്ല മുഖവും കയറ്റിപ്പിടിച്ച് അങ്ങനെ നിൽക്കുന്നത്. ശ്രീ കുനിഞ്ഞിരുന്ന് പിറുപിറുത്തു. എന്താടാ കാര്യം? അതൊന്നുമില്ല, ഇവള് ചുമ്മാ കുഞ്ഞല്ലേ. ശ്രീ ഇട്ടുപുരട്ടാൻ നോക്കിയെങ്കിലും മിത്തു അവളെ ഖണ്ഡിച്ചു. ചുമ്മാ ഒന്നും അല്ലച്ച, ഈ സാറിനെ വിളിക്കുന്ന കേട്ടിട്ട് മോള് വിളിക്കുന്നതാ. വളരെ നൈസായി അവിടെ നിന്ന് മൂരാൻ നോക്കിയ ശ്രീയെ മിത്തു മൊത്തത്തിൽ അവർക്ക് മുന്നിലേക്ക് പിടിച്ചിട്ടു കൊടുത്തു. ഇവനോ? എന്താടാ ശ്രീ? തല ചൊറിഞ്ഞ് എന്തോ വലിയ തെറ്റ് ചെയ്തവനെ പോലെ കുനിഞ്ഞു നിന്ന് കാര്യം പറയുന്ന മകനെ ഒരുപാട് വാത്സല്യത്തോടെയാണ് സതി നോക്കിയത്. എന്നാലും എൻ്റെ ശ്രീകുട്ടാ, നീ അല്ലാതെ ആരെങ്കിലും ഈ കുഞ്ഞിക്കുരുപ്പിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയുമോടാ? ഇനിയിപ്പോൾ എത്ര ദിവസമെടുക്കും ഈ വിളിയൊന്ന് മാറിക്കിട്ടാൻ? പറ്റിപ്പോയമ്മേ, അതിനാ ഇവിടെ ചിലരൊക്കെ എന്നോട് ഈ മൂക്കും മുഖവും കാണിക്കുന്നേ. പരാതി പോലെ അത്രയും പറഞ്ഞുകൊണ്ടവൻ ആ മടിയിലേക്ക് തല പൂഴ്ത്തി കിടന്നു. സതിയും നീലനും കണ്ണ് നിറഞ്ഞു നോക്കിക്കാണുകയായിരുന്നു മകൻ്റെ കാലങ്ങൾക്ക് ശേഷമുള്ള ഭാവമാറ്റങ്ങൾ. എപ്പോഴും എന്തൊക്കെയോ ആലോചിച്ച് ദേഷ്യം പിടിച്ച് സ്വയം ഉൾവലിഞ്ഞ് എല്ലാവരുടെയും ദുഃഖങ്ങൾ താൻ കാരണം മാത്രമാണെന്ന് ഉറച്ചു വിശ്വസിച്ച് ആർക്കും ശല്യമാകാതെ അവനും മോളും മാത്രമുള്ള ഒരു ലോകത്ത് താമസിച്ചുകൊണ്ടിരുന്ന തൻ്റെ മകൻ പക്ഷേ ഇന്ന് പരാതി പറയുന്നു, കൊഞ്ചുന്നു, കളി പറയുന്നു,
എല്ലാത്തിനും ഉപരി ചുണ്ടിൽ നിന്നും മായാതെ നിൽക്കുന്ന നറുപുഞ്ചിരി വേറെ. സന്തോഷം കൊണ്ട് അവരുടെ മനസ്സ് നിറഞ്ഞു. മുഖം കൂർപ്പിച്ച് പരാതി ഒളിപ്പിച്ചു നിൽക്കുന്ന മിത്തുവിനെ ഒന്ന് സതി നോക്കി. എന്തൊക്കെയോ ഒക്കെ പറയണമെന്നുള്ള ഭാവമാണ് അവിടെ. ചുണ്ടും മുഖവും അതിനെ സാധൂകരിക്കുന്നുമുണ്ട്. പക്ഷെ സാഹചര്യം ഇതായതുകൊണ്ടാവും ആശാട്ടിക്ക് പറ്റുന്നില്ല. സതിക്ക് സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ടായിരുന്നു. പഴയ മിണ്ടാപ്പൂച്ചിൽ നിന്നും കാലങ്ങൾ അവളെയും മാറ്റം തീർത്തിരിക്കുന്നു. ഓർമ്മകളുടെ നീർച്ചുഴിയെ പിന്തള്ളി പൂർണ്ണമായല്ലെങ്കിലും ഇന്നിനൊപ്പം നിൽക്കാൻ അവളുടെ മനസ്സും പിച്ച വെക്കാൻ തുടങ്ങി. ഒരുമിച്ചുള്ള ജീവിതം ഇരുവർക്കും വിദൂരമല്ല. ആ കാതങ്ങൾ ഇവരൊരുമിച്ച് തന്നെ താണ്ടിക്കൊള്ളും. അകലാതെ നോക്കിയിരിക്കാൻ ഇവരിലെ കണ്ണിയായി കുഞ്ഞാറ്റയും. മനസ്സംതൃപ്തിയോടെ സതി ആ കാഴ്ചകൾ മനസ്സിൽ കണ്ടു. അമ്മേ, അമ്മേ, ആ അമ്മ ഇതിനിടയ്ക്ക് സ്വപ്നം കാണാൻ പോയോ? ശ്രീയുടെ വിളിയിൽ സതി അവരെ നോക്കി ചിരിച്ചു. ശൂശു. ഇതിനിടയിൽ നീലൻ എല്ലാവരുടെയും ശ്രദ്ധ കിട്ടാനെന്ന പോലെ വിളിച്ചു തോളിൽ കിടക്കുന്നവളെ കാണിച്ചു കൊടുത്തു. ആശാട്ടി ഇപ്പോഴും അതേ കിടപ്പിലാണ്. ഇടയ്ക്കിടെ തലപൊക്കി എല്ലാവരും എന്ത് ചെയ്യുന്നു നോക്കും, പിന്നെയും കിടക്കും. കുഞ്ഞാറ്റ ഉറങ്ങിപ്പോയി അല്ലേ ശ്രീകുട്ടാ? ആ അമ്മേ. എങ്കിൽ പിന്നെ നിങ്ങൾ പൊക്കോ, കുഞ്ഞാറ്റ ഇവിടെ കിടന്നോളൂ. സതി പറഞ്ഞു തീരും മുന്നേ കൊച്ചു കാന്താരി ചാടി എഴുന്നേറ്റിരുന്നു. എനിക്കറിയാനടി കള്ളിപ്പെണ്ണെ. നീലന്റെ കയ്യിൽ നിന്നും സതിയിലേക്ക് ചാടിയവളുടെ കുമ്പയിൽ മൂക്കിട്ടിളക്കി ശ്രീയും സതിയും നീലനും ഒക്കെ അവൾക്കൊപ്പം കൂടി കക്കട്ടം ചിരിപ്പിച്ചു. അവളുടെ ആ കളിച്ചിരികൾ നോക്കി മിത്തു സൈഡിലേക്ക് മാറി നിന്നു. അതിലേക്ക് ഇഴകിച്ചേരാൻ ഇനിയും എന്തൊക്കെയോ ബാക്കിയുള്ളത് അവളെ തടയുന്നുണ്ടായിരുന്നു. ദേവാ, ഞാനൊന്ന് പുറത്തു പോകുക. ഇവിടെ എന്തെങ്കിലും വാങ്ങാനുണ്ടോ? ഒന്നുമില്ല സർ, എല്ലാം ഉണ്ട്. അടുക്കളയിലേക്കോ മറ്റോ? മിത്തുവിനെയും കുഞ്ഞിനെയും സന്തോഷിന്റെ വീട്ടിലാക്കി പുറത്തു പോകാൻ തുടങ്ങുകയായിരുന്നു ശ്രീ. അത്യാവശ്യം വേണ്ടതൊക്കെ ഉണ്ട് സർ, മിത്തു ഒന്ന് അറച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ സ്വരത്തിലെ വ്യത്യാസം ശ്രീ അറിയുന്നുണ്ടായിരുന്നു. ദേവാ, എന്തോ? മോള് ദേവൂട്ടനോടൊപ്പം ഇരിക്കില്ലേ? ഞാനുണ്ടല്ലോ ഇവിടെ, പിന്നെന്താ? താൻ എനിക്കൊപ്പം വാ. ഞാനോ? ഡ്രസ്സ് ഇത് തന്നെ മതി. അവരോടൊന്ന് പറഞ്ഞിട്ട് വാ, ഞാൻ പുറത്ത് കാണും. അവളോടത്രയും പറഞ്ഞവൻ പുറത്തേക്കിറങ്ങി. റേഡിയോ പോലെയാ, ഒക്കെ ഇങ്ങോട്ട് മാത്രം. ദേഷ്യം വന്നെങ്കിലും ദേവൂട്ടനോട് പറഞ്ഞിട്ട് അവളൊപ്പം ചെന്നു. നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. സർ, ഡയപ്പർ. ട്രോളി എടുത്തപ്പോഴേ പെണ്ണ് ഓർപ്പിച്ചത് അതാണ്. ഓർമ്മയുണ്ടോ? വൈകിട്ടത്തെ ഓർമ്മയിൽ ഒരു വിഷാദച്ചീട്ടി പടർന്നത് അവൾ കണ്ടില്ലെന്ന് അടച്ചു. ഡയപ്പറിനൊപ്പം മോൾക്ക് ആവശ്യമുള്ള വേറെ സാധനങ്ങൾ ശ്രീ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. എടോ, ഇതെല്ലാം കൂടി കണ്ട് താൻ കൺഫ്യൂസ് ഒന്നും ആകണ്ട കേട്ടോ. പതിയെ പതിയെ ഓരോന്നും താനായി ഓർത്തുകൊള്ളും. മനസ്സിൽ തൻ്റെ പേടി അറിഞ്ഞവൻ പറഞ്ഞത് അവളിൽ കുഞ്ഞൊരു പുഞ്ചിരി വിരിയിച്ചു. പിന്നെ അവർ പോയത് ഗ്രോസറി സെക്ഷനിലേക്കായിരുന്നു. അവിടെ ചെന്ന് എന്തൊക്കെയോ ട്രോളിയിലേക്ക് വാരിയിടുന്നവനെ കുറച്ചു കഴിഞ്ഞപ്പോൾ മിത്തു വിലക്കി. എന്തിനാ ഇത്രയധികം സാധനങ്ങൾ? കഴിഞ്ഞ ദിവസം ഞാനും അമ്മയും അച്ഛനോട് വന്ന് അവിടേക്കുള്ള ഈ മാസത്തെ സാധനങ്ങൾ മൊത്തം എടുത്തതാണല്ലോ. മൂളിയിട്ട് പിന്നെയും അവൻ ഓരോരോ സാധനങ്ങൾ പെറുക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? തന്നെ കേട്ടിട്ടും പിന്നെയും അവൻ അതുതന്നെ ചെയ്യുന്ന കണ്ടതും അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തിയവൾ ആരും കേൾക്കാതെ ദേഷ്യപ്പെട്ടു. കേട്ടു ദേവാ, പക്ഷെ ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്കാണ്. അത് കേട്ടതും അവളുടെ കൈ അയഞ്ഞു. വീട്ടിലേക്കോ? അവിടെ ഒന്നും വേണ്ട സർ, ഒക്കെയുണ്ട്. അവിടെ ആവശ്യത്തിനെല്ലാം ഉണ്ടെന്ന് എനിക്കറിയാലോ. എന്നാലും ഒക്കെ നിറവിൽ വേണം. അമ്മയ്ക്കതാ ഇഷ്ടം, എനിക്കും. പിന്നെ ഞാൻ വാങ്ങിത്തരുന്നത് കൊണ്ടാണ് ഈ ഇഷ്ടക്കേടെങ്കിൽ തൻ്റെ സതിയമ്മയുടെ മോൻ വാങ്ങുന്നതാണെന്ന് കൂട്ടിയാൽ മതി. അവൻ അത്രയും പറഞ്ഞപ്പോഴും അവളുടെ മുഖം തെളിഞ്ഞില്ല. ശ്രീ ട്രോളിക്കരികിൽ നിന്നും നടന്നു വന്ന് അവളോട് അല്പം ചേർന്ന് നിന്നു. നോക്ക് ദേവാ, നിന്നെ കൂട്ടാതെ വന്നും ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്യാതിരുന്നത് ഇപ്പം നിന്നിൽ കണ്ട ഈ ഭാവങ്ങളൊക്കെ അവിടെ എത്തുമ്പോൾ സന്തോഷങ്ങളുടെ മുഖത്താവും ഉണ്ടാവുക എന്നറിയാവുന്നതുകൊണ്ടാണ്. അദ്ദേഹത്തിന് സങ്കടമാകുന്നതോ അല്ലെങ്കിൽ നാണക്കേട് തോന്നുന്നതായോ ഒന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടോ. അതുകൊണ്ടാ വരുമ്പോൾ തന്നെ ഒപ്പം കൂട്ടിയത്. ഇവിടെ ഇപ്പോൾ വീട്ടിലേക്ക് അതൊക്കെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോയാൽ അങ്കിളിന് അങ്ങനത്തെ ചിന്തയൊന്നും വരില്ല. മോളും മരുമോനും കൂടി വീട്ടിലേക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കുന്നേ ആൾ ചിന്തിക്കൂ. ഇനിയും ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ കൗണ്ടറിൻ്റെ അവിടെ ഉണ്ടാകും. നീ ഈ ട്രോളി സൈഡിലേക്ക് മാറ്റിയിട്ടിട്ടങ്ങ് വന്നേരെ. അത്രയും പറഞ്ഞ് ശ്രീ അവളെ കടന്ന് ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി. മിത്തു പിന്നെയും കുറച്ചു നേരം കൂടി അവിടെ നിന്നു. പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ എന്തോ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ സഹായം പോലെ തോന്നുന്നു. മനസ്സിൽ നാണക്കേടെന്ന വിചാരം വീണ്ടും വീണ്ടും ജനിക്കുന്നു. മിത്തു ആകെ വല്ലാതായി. അങ്ങനെ നിൽക്കുമ്പോൾ കയ്യിലെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നുവെന്ന് തോന്നി. സതിയമ്മ വിളി ചെന്നിട്ടുണ്ടാവും.
അവൾ കോൾ അറ്റൻഡ് ചെയ്തു. അമ്മേ, മോൾക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? അവൾ ഒരു നിമിഷം നിശബ്ദയായി. അമ്മയുടെ മോള് പേടിക്കാതെ പറയടാ. എനിക്കെന്തോ ഇതൊന്നും അങ്ങോട്ട് ഇത്രയും പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റുന്നില്ല അല്ലേ? എങ്കിൽ മോള് അതൊക്കെ എടുത്തെടുത്ത് വെച്ച് തിരിച്ചു വെച്ചിട്ട് പോന്നേരെ. അമ്മേ സർ. അവനൊന്നും പറയില്ല, മോള് പേടിക്കണ്ട. എന്നാലും മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് ജീവിച്ചില്ലേ? ഇനി നീയായി സതിയമ്മയുടെ മോളായി ജീവിക്ക്. ഇഷ്ടമില്ലാത്തതിന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. അവളും അതിനൊന്നും മൂളി. എങ്കിൽ അവനടുത്തേക്ക് ചെല്ല്. അമ്മേ, സാറൊന്നും പറയില്ലല്ലോ അല്ലേ? ഒന്നുകൂടെ ഉറപ്പുവരുത്താനായി അവൾ ചോദിച്ചു. എന്തു പറയാനാ മോളെ? ദേഷ്യവും വാശിയും ഈഗോയും മാത്രമുള്ളൊരു സാറിനെയല്ലേ നിനക്കറിയൂ. ഈ കുപ്പായങ്ങളൊക്കെ ഊരിവെച്ച കുഞ്ഞാറ്റയുടെ അച്ഛനെ നിനക്കറിയില്ലല്ലോ. അവന് നിന്നെ മനസ്സിലാവും. മോള് അവനടുത്തേക്ക് പൊക്കോ. കുഞ്ഞാറ്റയുടെ സാധനങ്ങൾ കയ്യിൽ പിടിച്ച് ബില്ലി സ്റ്റേഷനിൽ നിൽക്കുമ്പോഴും കണ്ണുകൾ തേടിയത് മിത്തുവിനെയായിരുന്നു അവൻ്റെ. നോക്കിയിരിക്കുമ്പോൾ കണ്ണിൽ നീല ചുരിദാർ വന്നുപെട്ടു. കയ്യിൽ ഫോൺ മാത്രം. അവൻ്റെ മുഖമൊന്നും മങ്ങി. അത് അവളും വ്യക്തമായി കണ്ടു. ശ്രീ തിരിഞ്ഞ് വണ്ടിയിൽ കയറി യാത്ര ചെയ്യുമ്പോഴും ഇടയിൽ മൗനം മാത്രമായിരുന്നു. ഇടയ്ക്കെപ്പോഴോ ഫോൺ റിങ് ചെയ്തു. സംസാരത്തിൽ നിന്നും ദേവൂട്ടനാണെന്ന് മനസ്സിലായി. എന്തോ വാങ്ങാനോ പിടിക്കാനോ ആണെന്ന് ആ സംസാരം കേട്ട് ഇപ്പുറത്തിരുന്ന ആൾക്കും കിട്ടി. തട്ടുകടയുടെ മുന്നിൽ വണ്ടി എത്തിയപ്പോൾ അത് കൃത്യമായി നിന്നു. പൊറോട്ടയും ബീഫും ആവും. അവളോടൊന്നും പറയാതെ പോയി പാഴ്സൽ വാങ്ങി വന്നു. വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ഉണ്ട്. അച്ഛൻ ഉണർന്ന് ഞങ്ങളെ പ്രതീക്ഷിച്ച് വാതിലിൽ തന്നെ ഉണ്ടായിരുന്നു. ഒപ്പം ഇറങ്ങുന്നത് കണ്ടാകും ആ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ വിടർന്നു. ദേവൂട്ടൻ ഓടി വന്ന് ശ്രീയുടെ കയ്യിൽ നിന്നും പൊതി വാങ്ങി. ശ്രീയേട്ടാ, എന്താ മണം! ഹോ, വയറ്റിൽ കൂടി കോഴിക്കുഞ്ഞോടുന്നു. വേഗം ഡ്രസ്സ് മാറിയിട്ട് വാ. മിത്തേച്ചി വായോ. പാടി കുഞ്ഞുട്ടി, ഇന്ന് മാമൻ്റെ ഒപ്പം ഇരുന്ന് മാമുണ്ണ. ചെറിയച്ഛ വായോ. അച്ഛാ ബാ. ദേവൂട്ടൻ തോളിലിരിക്കുന്ന കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്കോടി. ചെക്കന് ബീഫ് കണ്ടപ്പോൾ പ്രാന്തായെന്ന് തോന്നല്ലോ ഏട്ടാ. കാലങ്ങൾക്ക് ശേഷമാണ് എൻ്റെ ഈ വീട്ടിൽ ഇത്രയും സന്തോഷം. സന്തോഷിൻ്റെ തോളിൽ കൈ അമർത്തിയത് പറയുമ്പോൾ മിത്ത് റൂമിലേക്ക് കയറും വഴിയും അത് കേട്ടു. അവളുടെ കണ്ണ് നിറഞ്ഞു. കണ്ണ് തിടച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി വരുന്നവളെ കണ്ടാണ് ശ്രീ ബാത്റൂമിൽ നിന്നും ഇറങ്ങിയത്. കണ്ണിലെന്തോ പോയി. ആ മുഖത്തെ ചോദ്യം അറിഞ്ഞ് മറുപടി പെട്ടെന്നെത്തി. ഇവളുടെ കണ്ണിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പൊക്കോണ്ടിരിക്കുമല്ലോ. മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ മുറിയിൽ നിന്നും ഇറങ്ങി. മിത്തു ഹാളിലെത്തുമ്പോൾ ദേവൂട്ടൻ എല്ലാവരുടെയും മുന്നിൽ ഭക്ഷണം വിളമ്പുകയായിരുന്നു. ശ്രീയേട്ടാ. എന്തോ? ഇതെല്ലാം പൊറോട്ടയാണല്ലോ. അപ്പോൾ ചേച്ചിക്ക് ദോശ വാങ്ങിയില്ലേ? ഇളിയിൽ കൈകൊടുത്ത് ദേവൂട്ടൻ അവനെ നോക്കിയതും ബാക്കിയുള്ളവരുടെ കണ്ണുകളും അവൻ്റെ മേലെയായി. അതോ, അത് ഞാൻ വാങ്ങാൻ തുടങ്ങിയപ്പോൾ നിന്റെ ചേച്ചി പറഞ്ഞു അവൾക്ക് ദോശയും കോഴിയും വേണ്ടെന്ന്. കോഴിന്ന് അവൻ ഇമ്മിണി കടുപ്പിച്ചാ പറഞ്ഞേ. അച്ചി, ദേവുക്കോയി. അത് കേൾക്കാനിരുന്ന പോലെ കുഞ്ഞിപ്പെണ്ണ് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. മിത്തു ശ്രീയെ ഒന്ന് കടുപ്പിച്ച് നോക്കി. അവൻ ആ കോഴിയെന്ന് പറഞ്ഞത് അറിഞ്ഞുകൊണ്ടാണെന്ന് അവൾക്ക് ഇതിനോടകം മനസ്സിലായി. മിത്തു അവൻ അരികിലേക്ക് ചെന്ന് നിന്നു. ദുഷ്ടൻ, മനഃപൂർവ്വമാണ്. അവൻ അവളെ ഒന്ന് കടുപ്പിച്ച് നോക്കി. വൈകുന്നേരത്തെ ഫുൾ കലിപ്പും അതിലുണ്ടായിരുന്നു. അപ്പോൾ കാണാട്ടോ. പിന്നെ അടുത്ത പാർട്ട് മുതൽ പാസ്റ്റും പ്രസൻറ്റും ഒരുമിച്ചാകും വരിക. ആർക്കും കൺഫ്യൂഷനൊന്നും ഉണ്ടാവരുതേ. ഒപ്പം കൂടെ നിൽക്കുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി.